ക്രിസ്തീയ സന്തോഷത്തിൻ്റെ വിവിധ മുഖങ്ങൾ, വിവിധ ഉറവിടങ്ങൾ നമുക്കൊന്ന് ധ്യാനിക്കാം. 1-ാം സങ്കീർത്തനം 1-2 വാക്യങ്ങളിൽ യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവൻ്റെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ എന്ന് കാണുന്നു. യഹോവയുടെ ന്യായപ്രമാണം, അതായത് തിരുവചനം, അതിൽ സന്തോഷിച്ച് അതിനെ ഡേ ആൻഡ് നൈറ്റ്, രാവും പകലും ധ്യാനിക്കുന്നവൻ, അതായത് രാവും പകലും എന്നതിന് ഡേ ആൻഡ് നൈറ്റ് എന്ന അർത്ഥം മാത്രമല്ല, ജീവിതത്തിൻ്റെ ഇരുട്ടുള്ള സമയങ്ങളിലും ജീവിതത്തിൻ്റെ വെളിച്ചമുള്ള സമയങ്ങളിലും ദൈവവചനം ധ്യാനിക്കണം. കൂരിരുൾ താഴ്വരയിലൂടെ നടക്കുമ്പോഴും സന്തോഷത്തിൻ്റെ കൊടുമുടികൾ കയറുമ്പോഴും തിരുവചന ധ്യാനം മറക്കാതിരിക്കട്ടെ, ഒഴിവാക്കാതിരിക്കട്ടെ. തിരുവചന ധ്യാനം ഭക്ഷണം കഴിക്കുന്നത് പോലെ തന്നെ ഒരു ശീലമായാൽ, ഒരു അത്യാവശ്യമായാൽ, അതൊരു സ്വഭാവമായാൽ, അനിവാര്യമായാൽ അവൻ്റെ സന്തോഷം ശാശ്വതമായിരിക്കും. അപ്പോൾ വചനത്തിൽ നമുക്ക് സന്തോഷിക്കാൻ കഴിയണം. എപ്പോഴെങ്കിലും സമയമെടുത്ത് 119-ാം സങ്കീർത്തനത്തിലൂടെ ഒന്ന് പോകണം. അപ്പോൾ ഇതിനോട് ബന്ധപ്പെട്ട അനേക തിരുവെഴുത്തുകൾ നിങ്ങൾക്ക് ലഭിക്കും. വലിയ കൊള്ള കണ്ടു കിട്ടിയവനെ പോലെ ഞാൻ നിൻ്റെ വചനത്തിൽ സന്തോഷിക്കുന്നു എന്ന അർത്ഥം വരുന്ന വചനം നിങ്ങൾക്ക് ലഭിക്കും. 1000 പൊൻവെള്ളി നാണ്യത്തേക്കാൾ ദൈവവചനം എനിക്ക് സന്തോഷപ്രദമാകുന്നു, പ്രധാനപ്പെട്ടതാകുന്നു എന്നും ഈ തിരുവെഴുത്തിൽ നിങ്ങൾക്ക് കാണാം. വചനം നൽകുന്ന സന്തോഷം എത്രയോ ശ്രേഷ്ഠമാണ്. മാത്രമല്ല, ദൈവരാജ്യം ഭക്ഷണവുമല്ല പാനീയവുമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷവും അത്രേ. എൻ്റെ അനുഭവത്തിലും തികഞ്ഞ ബോധ്യത്തിലും ഞാൻ നിങ്ങളോട് പറയട്ടെ, പരിശുദ്ധാത്മ നിറവിൽ അനുഭവിക്കുന്ന സന്തോഷം അതുല്യമാണ്, അത്ഭുതകരമാണ്, അസാധാരണമാണ്. പരിശുദ്ധാത്മാവിൽ നിറയുവാൻ ഓരോ വിശ്വാസിക്കും അവസരമുണ്ട്, കൽപ്പനയുണ്ട്. അത് നാം അനുഭവമാക്കിയാൽ നമ്മുടെ സന്തോഷം ഇരട്ടിയായി മാറും. മറ്റൊരിടത്ത് കർത്താവ് പറയുന്നു, നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകേണ്ടതിന് അപേക്ഷിപ്പീൻ. അതായത് യോഹന്നാൻ്റെ സുവിശേഷം 16-ാം അധ്യായത്തിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഇതുവരെ എൻ്റെ നാമത്തിൽ ഒന്നും അപേക്ഷിച്ചിട്ടില്ല. അപേക്ഷിപ്പീൻ, നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുമെണ്ണം നിങ്ങൾക്ക് ലഭിക്കും. ഇങ്ങനെ ലളിതമായി വ്യാഖ്യാനിക്കട്ടെ, പ്രാർത്ഥനയിലൂടെയും കൂട്ടായ്മയിലൂടെയും ആരാധനയിലൂടെയും സന്തോഷം നമുക്ക് ലഭ്യമാക്കാം. ഇങ്ങനെ സന്തോഷത്തിൻ്റെ ഉറവിടം തിരുവചനമെന്നും പരിശുദ്ധാത്മാവെന്നും ദൈവസഭ, അതായത് കൂട്ടായ്മ, ആരാധന എന്നും നമുക്ക് ഗ്രഹിക്കാം. ആ സന്തോഷമാണ് നിലനിൽക്കുന്നത്, അപഹരിക്കപ്പെടാത്തത്. ആമേൻ, ആമേൻ, ആമേൻ.